இயேசுவில் பிரியமான என் அன்பு சகோதர சகோதரிகளே, தவக்கால 3வது திங்கட்கிழமைக்கு உங்கள் ஒவ்வொருவரையும் அன்போடு வாழ்த்தி வரவேற்கிறேன். ஒவ்வொரு நாளும் இறை வார்த்தையின் வெளிச்சத்தில் இந்த ஆன்மீக பயணத்தை பயணித்துக் கொண்டிருக்கிறோம். ஆண்டவர் இயேசு கிறிஸ்து வாழ்ந்த பொழுது நன்மையின் கருவியாக அவர் இந்த பூமியிலே வாழ்ந்தார். அவருடைய பிள்ளைகளாய் இருக்கிற நாம், அவரை பின்பற்றுகிற நாமும் நன்மையின் கருவியாக செயல்பட வேண்டும் என்பது இறை விருப்பம். ஆம், இந்த மைய சிந்தனையை இன்று சிந்தித்து இன்றைய பயணத்தை நாம் பயணிக்க இருக்கிறோம். இன்றைய சிந்தனையை வழங்குகிறவர் கஞ்சிக்கோட் திருக்குடும்ப ஆலய பங்கு தந்தை அருட்தந்தை விபின் அடிகளார் அவர்கள். அவருடைய சிந்தனையை கேட்டு இன்றைய ஆன்மீக பயணத்தை അർത്ഥമുള്ളതാക്കുவோം വാരുங்கள். ക്രിസ്തുവിൽ ഇത്രയും സ്നേഹമുള്ളവരെ, ഒരു സ്കൂളിന്റെ ചുമരിൽ എഴുതി വച്ചിരുന്ന വാചകം ഇപ്രകാരമാണ്: നീ എത്ര ഉയരമുണ്ടെന്ന് അല്ലെങ്കിൽ നിന്റെ ഉയരം എത്രയാണെന്ന് ഞാൻ ചോദിക്കില്ല, മറിച്ച് നിനക്ക് വളരുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ നിന്നോട് ചോദിക്കും. സ്നേഹമുള്ളവരെ, തപസ് കാലത്തിന്റെ ഈ പകുതി നാളുകളിൽ ആയിരിക്കുന്ന നമ്മോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കാം: നീ എത്രമാത്രം തിന്മകൾ ചെയ്തു അല്ലെങ്കിൽ നന്മകൾ ചെയ്തു, നീ എത്രമാത്രം കുറവുകളുണ്ട് അല്ലെങ്കിൽ കുറവുകൾ ചെയ്യുന്നവനാണ് എന്നല്ല ചോദിക്കുക, മറിച്ച് നിനക്ക് വിശുദ്ധനാകുവാൻ അല്ലെങ്കിൽ നന്മ ചെയ്യുവാൻ ഇനിയും ദൈവത്തിൻ്റെ അടുക്കലേക്ക്, അവിടുത്തെ പക്കലേക്ക് എത്തുവാനുള്ള ആഗ്രഹം നിനക്ക് ഇനിയും നിന്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്നാണ് ദൈവം നമ്മോട് ചോദിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെയൊരു ചോദ്യം ദൈവം നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നാം എന്ത് ഉത്തരമായിരിക്കും ദൈവത്തോട് നൽകുക? ദൈവമേ, എനിക്ക് വളരുവാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന ആ ഉത്തരം പറയുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നാം തപസ് കാലത്തിൻ്റെ 3ാമത്തെ ആഴ്ചയിൽ തിങ്കളാഴ്ചയിലാണ് ആയിരിക്കുക. ഇന്നത്തെ പ്രതിവേദ സങ്കീർത്തനം ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവ് ദൈവത്തിനായിട്ട് എപ്പോഴും ദാഹിക്കുന്നുണ്ട്. നമ്മുടെ ദാഹം, ദൈവത്തിനായുള്ള ദാഹം, ഇതുവരെയും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ്. വിശുദ്ധ അഗസ്തീൻ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവമേ, അങ്ങ് നിനക്കായിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചു, നിന്നിൽ എത്തുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ദൈവത്തിനായി ദാഹിക്കുന്നു എന്നാണ് മദർ തെരേസ അധികമായിട്ട് പറയുക. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിനേക്കാളും ഞാൻ ദൈവത്തിനായി, എൻ്റെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു എന്നാണ് മദർ തെരേസ പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. എൻ്റെ ആത്മാവ് ഇപ്പോഴും ദൈവത്തിനായി ദാഹിക്കുന്നുണ്ടോ? മാൻപേട നീർച്ചാൽ തേടുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തേടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. കർത്താവ് ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ട് പോയി എന്നാണ് വചനം പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നിൽക്കുവാനായിട്ട്, വസിക്കുവാനായിട്ട് നമ്മൾ അവസരം കൊടുക്കാറുണ്ട്. നിരന്തരം നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്, ദൈവവചനം വായിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന് നമ്മുടെ കുടുംബത്തിൽ വസിക്കുവാനായിട്ട് ആഗ്രഹം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആഗ്രഹം തോന്നുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൽ തൻ്റെ ദൈവിക സാന്നിധ്യത്തെ ദൈവം കണ്ടുമുട്ടുമ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ പറഞ്ഞയക്കില്ല എന്നൊരു വാശി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തെ, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ അയക്കുകയുള്ളൂ എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. മൂന്നാമതായിട്ട്, ദൈവം കടന്നു പോയി അല്ലെങ്കിൽ അവിടം വിട്ട് പോയി എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, തൻ്റെ ജനം അവിടത്തെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടത്തെ അവഗണിക്കുമ്പോൾ, അവനെ കൊല്ലുവാനായി പോകുമ്പോൾ
ഒരിക്കലും കർത്താവ് ദേഷ്യപ്പെടുന്നില്ല, മറിച്ച് കുറവ് പറയുന്നില്ല, അല്ലെങ്കിൽ പരാതി പറയുന്നില്ല. മറിച്ച് നിശബ്ദതയോടെ അവിടുന്ന് കടന്നുപോയി എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മളെ സ്വീകരിക്കുന്ന ഒത്തിരി വ്യക്തികൾ കാണാം, അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ കാണാം. നാം അവിടെയൊക്കെ എന്ത് മനോഭാവമാണ് എടുക്കുന്നത്? നാം അവരോട് വഴക്കിടുവാനായിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ എൻ്റെ കർത്തവ്യം, ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും, ഞാൻ ചെയ്യേണ്ട നന്മ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് കർത്താവ് ഉദ്ദേശിച്ചതുപോലെ അവിടുത്തെ ലക്ഷ്യം കാൽവരി മലയായിരുന്നു. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവ് യാത്ര ചെയ്തതുപോലെ നമുക്കും നമ്മുടെ ലക്ഷ്യമാകുന്ന സ്വർഗരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രഭാഷകൻ 17:24 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ട്, അതിനെ നീ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും വിശദീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഈ തപസ് കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നിന്റെ ഹിതമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നീ ചെയ്ത നന്മ പ്രവൃത്തികൾ, അതിൻ്റെ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് സ്നേഹത്തോടും കരുതലോടും കൂടെ ജീവിക്കുന്ന നന്മകൾ പകരുന്ന മക്കളാക്കി ഞങ്ങളെയും ഒരുക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.